അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ പാരാലിസിസ് വരെയാണ്, അതുപോലെ കോമ വന്ന് ആൾ ഡെത്തായി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ബ്രെയിനിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും കേട്ടോ. ബ്രെയിനിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൽ പെട്ടെന്ന് ഇലക്ട്രിക്കൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസൊക്കെ വരുന്നത് കേട്ടോ. ഇനി ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു അനിമൽ ബൈറ്റ് വഴിയാണ് കേട്ടോ. വൈറസ് ട്രാൻസ്മിറ്റഡ് ബൈ ഇൻഫെക്റ്റഡ് സലൈവ ത്രൂ ബൈറ്റ് ഓർ വൂണ്ട്. ചിലപ്പോൾ മാന്തിയാലും മതി കേട്ടോ. കടിക്കുകയും മാന്തിയൊക്കെ ചെയ്താലൊക്കെ വരാം. അതുപോലെ രണ്ട് തരം പ്രിവെൻറ്റീവ് മെത്തേഡ്സാണ്. ഒന്ന് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, അതിൽ കടി കിട്ടുന്നതിന് മുമ്പുള്ള നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ. പോസ്റ്റ് എക്സ്പോഷർ, കടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി പ്രീ എക്സ്പോഷർ എന്താണ്? അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം റാബീസിൻ്റെ കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ഈ ഡയഗ്നോസ് ചെയ്യുന്ന ആളുകൾ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, വാക്സിൻ വർക്കേഴ്സ്, വെറ്റിനറിയന്മാർ, ഇങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യണം? കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിംപ്ലിഫൈ പോസ്റ്റ് എക്സ്പോഷർ മാനേജ്മെൻറ്റ്. ഇനി കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം? ഈ പോസ്റ്റ് എക്സ്പോഷർ മാനേജ്മെൻ്റ് ഉണ്ട്. ആ അസുഖത്തിൻ്റെ സിവിയാരിറ്റി കുറക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വാക്സിൻ യൂസ് ചെയ്യുക കേട്ടോ, വാക്സിനേഷൻ നടത്തുക. ഇനി പോസ്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്റ്റഡ് അനിമൽ നമ്മൾ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് റാബീസ് വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. പ്രൊവൈഡഡ് ടു സബ്ജക്റ്റ് ആഫ്റ്റർ റാബീസ് എക്സ്പോഷർ എന്തൊക്കെയാണ് ചെയ്യണത്. വൂണ്ട് കെയർ, മുറിവിന് ആദ്യം കടി കിട്ടിക്കഴിഞ്ഞാൽ വൂണ്ട് കെയർ ആണ്, മുറിവ് നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ റാബീസ് ഇമ്മ്യൂൺ ഗ്ലോബുലിനും വാക്സിനും കൊടുക്കുക കേട്ടോ. ഇമ്മ്യൂൺ ഗ്ലോബുലിനും വാക്സിനുമാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക. പിന്നെ ക്ലീനിങ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സ്യൂച്ചറിങ്, തുന്നുക, അതുപോലെ ആൻറ്റി റാബീസ് സിറം കൊടുക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ആൻറ്റി ടെറ്റനസ് മെഷേഴ്സ് ഒബ്സർവ് ദി അനിമൽ ഫോർ 10 days. ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കോ ആൻറ്റി ടെറ്റനിക്കൊക്കെ കൊടുക്കുന്നത് ഈ കടിച്ച ആ മുറിവുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ടെറ്റനസിൻ്റെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. ഇനി കടിച്ച ആ അനിമൽസിനെ നമ്മൾ 10 ദിവസം ഒബ്സർവ് ചെയ്യുക. പിന്നെ അനിമൽ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി ഈ മുറിവുകളൊക്കെ സോപ്പോ അതുപോലെ സോപ്പോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മുറിവിൽ നമ്മൾ ചില കെമിക്കൽ സബ്സ്റ്റൻസ്, അതായത് റാബീസ് ഇമ്മ്യൂൺ ഗ്ലോബുലിന് നമ്മൾ ഈ മുറിവുകളിലും മുറിവിൻ്റെ മാർജിൻസിലൊക്കെ, ബൈറ്റിൻ്റെ മാർജിൻസിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വാക്സിൻ കൊടുക്കുക. വാക്സിൻ കൊടുക്കേണ്ടത് ഇന്ന് കൊടുത്താൽ പിന്നെ 3 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, പിന്നെ 7 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, പിന്നെ 14ാമത്തെ ദിവസം കൊടുക്കുക, പിന്നെ 28ാമത്തെ ദിവസം, എന്നിട്ടൊരു ബൂസ്റ്റർ ഡോസായിട്ട് 90ാമത്തെ ദിവസവും നമ്മൾ വാക്സിൻ കൊടുക്കുക. ഇനി 2 തരം 2 ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ അവൈലബിൾസ്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് 2 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പറഞ്ഞ്, ഒന്ന് തൊലിക്കടിയിൽ കൊടുക്കുന്നു, ഒന്ന് മസിലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. ഇൻട്രാമസ്കുലാറും ഉണ്ട്, ഇൻട്രാഡെർമിസും ഉണ്ട് കേട്ടോ. ഇനി വാഷ് ദ ഏരിയ ഓഫ് അനിമൽ ബൈറ്റ് തറോലി, നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽ ബൈറ്റ് ഷുഡ് ഇൻക്ലൂഡ് ത്രൂ ക്ലീനിങ്. ഹവർ ഓൾ അനിമൽ ബൈറ്റ് ഷുഡ് ബി സീൻ ബൈ ഫിസിഷ്യൻ. അപ്പോൾ ഫിസിഷ്യനെ കാണുന്ന ഈ മുറിവുകളൊക്കെ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് നമ്മൾ മുറിവായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ അത് വളരെ നന്നായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. പിന്നെ ഈ കൂടുതൽ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് വരാതിരിക്കാൻ നമ്മൾ പ്രഷർ അല്ലെങ്കിൽ അവിടെ ഒരു കോട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് എക്സ്പോഷർ ട്രീറ്റ്മെൻറ്റ്.
ലോക്കൽ വൂണ്ട് ട്രീറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞത് നന്നായിട്ട് വാഷ് ചെയ്യുക, സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, പ്രത്യേകിച്ച് ഒരു 10 മിനിറ്റോളം നമ്മൾ വാഷ് ചെയ്യുക. ഇനി ആ മുറിവുകളിൽ നമ്മൾ അപ്ലൈ ആൽക്കഹോള്, അതുപോലെ തന്നെ അയഡിൻ, പോയിഡോൺ, അയഡിൻ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ടെറ്റനസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഈ മുറിവുകൾ തുന്നാതിരിക്കുക, അവോയ്ഡിങ് സ്യൂച്ചറിങ് വൂണ്ട്സ്. അതുപോലെ ഓയിൽമെൻറ്റ്സ്, ക്രീം ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. വൂണ്ട് ഡ്രസ്സ് ചെയ്യാതിരിക്കുക കേട്ടോ, വൂണ്ട് ഡ്രസ്സ് ചെയ്യാതിരിക്കുക. ഇനി ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അമോക്സിസിലിന്, ക്ലോക്സാസിലിന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. പിന്നെ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻസ്, ഇൻട്രാമസ്കുലാർ ഷെഡ്യൂൾ 6 ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് കൊടുക്കുന്നത് 2-2-2-0-1-1-1 അല്ലെങ്കിൽ 8 സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻട്രാഡെർമൽ ഷെഡ്യൂളാണ് 8-0-4-0-1-1 കേട്ടോ. അത് ഡേയ്സാണ് പറയുന്നത് കേട്ടോ. ഇനി വാക്സിനേഷന് ഇൻട്രാഡെർമലാണെങ്കിൽ ആദ്യത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം, 30-ാമത്തെ ദിവസം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻട്രാമസ്കുലാറിലാണെങ്കിൽ ആദ്യത്തെ ദിവസം, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ 28 ദിവസം കഴിഞ്ഞിട്ട്, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇനി പ്രൊട്ടക്റ്റീവ് കെയർ, സപ്പോർട്ടീവ് കെയർ മാത്രമാണ് ഈ ആൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, സൈൻ ആൻഡ് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ശിഷ്ടകാലം നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് അയാൾക്ക് സൈൻ ആൻഡ് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. പേഷ്യൻ്റ് വിത്ത് കൺഫേംഡ് റാബിസ് ഷുഡ് റിസീവ് അഡിക്വേറ്റ് സെഡേഷൻ ആൻഡ് കംഫർട്ട് കെയർ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മെഡിക്കൽ ഫെസിലിറ്റി. അതിന് നല്ല മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കണം. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നല്ല കെയർ കൊടുത്ത് സ്നേഹത്തോടെ അവരെ പരിചരിക്കുക. ഇനി വൺസ് റാബിസ് ഡയഗ്നോസിസ് ഹാസ് ബീൻ കൺഫേംഡ്, ഇൻവേസീവ് പ്രൊസീജിയർ മസ്റ്റ് ബി അവോയ്ഡഡ്. അപ്പോൾ അയാളിൽ ഒരു റാബിസ് ഇൻഫെക്ഷൻ ഉണ്ട് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേസീവ് പ്രൊസീജിയർ ഒന്നും നമ്മൾ ചെയ്യാം. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഈ മുറിവിൻ്റെ ഉള്ളിലേക്ക് കുത്തി സ്യൂച്ചറിങ്, അങ്ങനത്തെ ഡ്രസ്സിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇൻവേസീവ് പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പ്രൊവൈഡ് സ്യൂട്ടബിൾ ഇമോഷൻ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട്. ഇമോഷണലി, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ആ പേഷ്യൻ്റ് വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ അവരുമായിട്ട് ഈ ഡിസ്കഷൻ നടത്തുക. പ്രൊവൈഡ് അവർക്ക് ആവശ്യമായുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക, അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ പെറ്റ്സിനൊക്കെ ഇത് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പെറ്റിനൊക്കെ കൊല്ലണമെങ്കിൽ കൊല്ലുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരും ആ പേഷ്യൻറ്റും അവരുടെ റിലേറ്റീവ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് അല്ലെങ്കിൽ ഡേഞ്ചറസ്നെസ്സിനെ കുറിച്ച് ആ പേഷ്യൻറ്റിനോടും പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ വിവരങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ നമ്മൾ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ, പേഷ്യൻ്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ എക്യുവേറ്റ് ഡ്രാഫ്റ്റ് ഫ്രീ ഐസൊലേഷൻ റൂം. കാറ്റൊന്നും അധികം കടക്കാത്ത, വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള റൂമിൽ അവരെ പാർപ്പിക്കുക. അതുപോലെ ഹെൽത്ത് വർക്കേഴ്സ്, റിലേറ്റീവ്സ് ഇൻ കോണ്ടാക്ട് വിത്ത് പേഷ്യൻ്റ് ഷുഡ് വിയർ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. ഇതൊക്കെ ധരിച്ചിട്ട് വേണം അവരെ നമ്മൾ അവരെ നമ്മൾ ശുശ്രൂഷിക്കാൻ കേട്ടോ, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെഡ് ബോഡീസൊക്കെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അത് മനുഷ്യൻ്റേതായാലും ഇൻഫെക്റ്റഡ് ആനിമൽസിൻ്റേതായാലും. ഇത്രയാണ് നമ്മൾ റാബിസ് വൈറസിൽ പറയാനുള്ളത്.